കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ചേട്ടൻ ട്രാവലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് മറ്റൊരു ലൊക്കേഷനിലാണ്. നമ്മുടെ ചിറ്റൂർ കൊടുമ്പ് ഭാഗത്തോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ വർക്കും കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കഞ്ചിക്കോട്. അപ്പോൾ നേരെ നമ്മൾ വന്നത് ഇലപ്പുള്ളി പാറ വഴി അങ്ങനെ വന്നിട്ട് ചിറ്റൂർ കൊടുമ്പ് കഴിഞ്ഞ് അത്തിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എൻ്റെ പുറകിലായിട്ട് ഒരു നമ്മുടെ നാടൻ ഷാപ്പാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പ്രവാസികളുണ്ട്. അപ്പോൾ അവർക്കൊരു കള്ളി ഷാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗൃഹാതുരത്വം എന്നൊക്കെ പറയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ പറഞ്ഞിട്ട് പോകാം എന്ന് കരുതിയിട്ട് ഇവിടെ നിന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ചിറ്റൂർ കൊങ്ങമ്പടൻ്റെ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ കൊങ്ങമ്പട കഴിഞ്ഞിട്ട് ആ ഒരു ഐതിഹ്യത്തിൽ പറയുന്ന പോലെ ഭഗവതി വന്ന് വാള് വെച്ചൊരു പാറയുണ്ട്. ആ പാറയിൽ ഇപ്പോഴും അതിൻ്റെ ഒരു അടയാളം ഉണ്ടെന്നാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പുള്ളിക്കാരൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും പോകുന്ന വഴിക്ക് ഇന്നലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ ഇന്ന് പോകുന്ന വഴിക്ക് നമ്മൾ ആ ലൊക്കേഷനിൽ കയറിയിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞിട്ട് എനബിൾ ആക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല സപ്പോർട്ട് തരിക. നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും പരിപാടികൾ ഉത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അറിയിക്കുക, കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ഓക്കെ, നേരെ പോവാം. അടിപൊളി പ്ലേസ് അല്ലേ. കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് കൊയ്ത്ത് തുടങ്ങി. നമ്മുടെ ഏരിയയിൽ പച്ചയായിട്ട് നിൽക്കുന്നത് അവർ മഞ്ഞ കളറിലോട്ട് എത്തിയിട്ടില്ല. കൊയ്ത്ത് മെഷീൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കൂട്ടുകാരെ നമ്മളങ്ങനെ ആ ഒരു പറഞ്ഞ വാൾവെച്ച് പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയില്ല. സ്ഥലമല്ല, ഒരു അമ്പലത്തിലാണത്. ആ വെച്ച പാറ പിന്നീട് ഇവിടെ ഒരു പ്രതിഷ്ഠയായി മാറി. അപ്പോൾ ഒരു അമ്പലത്തിന് തൊട്ട് മുമ്പിലാണ്. നമ്മുടെ ചിറ്റൂർ കാവിൻ്റെ അവിടെ നിന്നൊരു കുറച്ച് കിലോമീറ്റർ 2 കിലോമീറ്ററിൽ കഷ്ടി ഇങ്ങോട്ട് വരാനുണ്ട്. ഈ ഒന്നല്ലേ ഉള്ളൂ അല്ലേ? ഇതാണ് വാള് വെച്ചതിൻ്റെ അടയാളം.
കൂട്ടുകാരപ്പോൾ ഇതാണ് അമ്പലം. ഇതിനകത്തുള്ള കുളത്തിലാണ് വാൾ കഴുകിയത് എന്നാണ് ഇവിടുത്തെ പഴമക്കാരുടെ ഒരു ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ കൊങ്ങമ്പടയുമായിട്ട് ഇതാണ് ഇവിടുത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് അതിനെക്കുറിച്ച് കൊങ്ങൻ പട എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ പോയി കാണുക. ആ യുദ്ധത്തിൽ ഇവിടുത്തെ ആളുകളെ ദേവി രക്ഷിച്ചു. അങ്ങനെ കൊങ്ങമ്പട നയിച്ചിട്ട് അങ്ങനെ തിരിച്ചു വന്ന് വാള് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലം ആണ്. വാളവിടെ വെച്ച പാറയിൽ അതിൻ്റെ അടയാളമാണെന്നാണ് പറയപ്പെടുന്നത്.